ജാസ്മിനെ ഗബ്രി തേച്ചു ചതിച്ചു എന്നൊക്കെയാണ് ഇപ്പം എല്ലാവരും പറയണത്. നമുക്കതിൻ്റെ കാര്യങ്ങളിലേക്കൊന്ന് കടക്കാം. സത്യം പറഞ്ഞാൽ ആ ഒരു സീൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ ജാസ്മിൻ ഒരു എന്നെ ചതിച്ചു എന്ന രീതിയിൽ ഒരു വിക്ടിം കാർഡ് ഇറക്കാനായിട്ട് വേണ്ടിയിട്ട് ചെയ്യണതായിരിക്കാം, ഒരു ആക്ട് നടത്തുന്നതായിരിക്കാം. അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ്റെ വാപ്പയുടെ ഇൻ്റർവ്യൂ തന്നെ പറയുന്നുണ്ട് അവളൊരു ഗെയിം ജയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റവും പോകും, കാരണം അത്രയും ഗെയിം സ്പിരിറ്റ് അവൾക്കുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ആക്റ്റാണ്. ഇപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്യണ കണ്ടു. തമിഴ് ബിഗ് ബോസിലുണ്ടായിരുന്ന ഓവിയ, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്നാലും ആ ഓവിയെ പോലെ അതിൽ ഡിപ്രഷൻ കാണിച്ചത് പോലെ ചിലപ്പോൾ അങ്ങനെ ഒരു ആക്ടിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് ജാസ്മിൻ കാണിച്ചതായിരിക്കാം എന്നൊരു കൂട്ടം ആളുകൾ പറയുന്നുണ്ട്. ഈ ഒരു സാധനവും തള്ളിക്കളയാൻ പറ്റത്തില്ല, കാരണം വോട്ട് കുറവായിരിക്കുമോ കിട്ടുന്നതെന്നൊരു പേടിയുണ്ട്. കാരണം പുറത്തുനിന്ന് വന്നവർ ഒത്തിരി പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ജബ്രി കോംബോ ഒത്തിരി നെഗറ്റീവാണ് പുറത്തുള്ളതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം ഗബ്രി ഇല്ല ഈ ഒരു നോമിനേഷനിൽ, ജാസ്മിൻ തന്നെയുള്ളൂ. ജാസ്മിൻ എങ്ങനെ ഔട്ടായി പോകുമോ എന്നുള്ള പേടി കൊണ്ട് ഒരു ക്യാമറ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കാം. അതല്ലെങ്കിൽ ഈ കളിച്ച് ജാസ്മിൻ ഒരു പക്ഷേ ശരിക്കുള്ള സ്നേഹമായിട്ട് മാറിയതായിരിക്കാം. ഇത്രയും നാളും ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞേക്കുന്ന കാര്യത്തിന് ജാസ്മിന് ഗബ്രി ഒരു ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട്. റസ്മിൻ്റെ സാന്നിധ്യത്തിലാണ് പറഞ്ഞത്, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് എന്ന് എഴുതിയിട്ട് നിന്നെ വിവാഹം കഴിക്കാനോ റിലേഷൻഷിപ്പിലോട്ട് പോകാനോ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. താല്പര്യമില്ല എന്നല്ല, അത് പ്രാക്ടിക്കൽ അല്ല എന്ന്. കാരണം ഫാമിലി തന്നെയാണ് അവന് വലുതെന്നുള്ള രീതിക്ക് ജാസ്മിനും പറയുന്നുണ്ട്, എനിക്കും എൻ്റെ ഫാമിലി തന്നെയാണ് വലുത്. സിജോ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഇത് ഫോഴ്സ്ഫുള്ളി നമുക്ക് എല്ലാവരും വെറുപ്പിച്ചുകൊണ്ട് നടത്താവുന്നുള്ളൂ, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാവുന്നുള്ളൂ എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. ജാസ്മിൻ ഇങ്ങനെയാണ് പറയണത്, എനിക്ക് ഇവിടുത്തെ വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഗബ്രിയാണ്. ഗബ്രി ഇല്ലാതെ എനിക്ക് വയ്യ, ഞാൻ വയ്യാതെ കിടക്കുമ്പോഴും ഗബ്രി കഴിച്ചോ, ഗബ്രി എന്തെടുക്കുമായിരിക്കും എന്നാണ് എൻ്റെ തോട്ട് വരുന്നത്. എന്നാൽ ഗബ്രിക്ക് അങ്ങനെയല്ല. ജാസ്മിൻ പറയണ കേട്ടോ. ജാസ്മിൻ പനി പിടിച്ചു കിടന്ന സമയത്ത് ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട്, ഞാനില്ലാത്തതിൻ്റെ വല്ല കുറവുണ്ടായോ, നിങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നല്ലോ നടന്നത്, ഞാനില്ലാത്തതിൻ്റെ കുറവ് ഫീൽ ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം ആ സമയത്ത് അവൾ തന്നെയായിട്ട് ഇരുന്ന സമയത്ത് ജാസ്മിൻ്റെ അടുത്ത് ഗബ്രി വന്നിരിക്കണം എന്നും നോക്കിയിരിക്കണം എന്നൊക്കെ ജാസ്മിൻ എക്സ്പെക്ട് ചെയ്തു. ഗബ്രി അങ്ങനെ അധികം നേരമൊന്നും വന്നിരുന്നില്ല. പിന്നെ ബിഗ് ബോസിൻ്റെ വാർണിംഗ് ഉണ്ടായിരുന്നു, പോയിട്ട് ഇടപഴകരുതെന്ന്. എന്നിരുന്നാലും ജാസ്മിൻ വിചാരിച്ചു ഗബ്രി പുറത്തൊരു കസേരയിട്ട് ഇരിക്കുമെന്ന് വിചാരിച്ചു. ജാസ്മിൻ കുറച്ച് ഓവർ പൊസസീവായി പോയി, ഗബ്രിയുടെ കാര്യത്തിൽ കുറച്ച് സ്നേഹം കൂടുതലായിപ്പോയി. ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കയ്യിലിരിക്കണ പോകുകയും ചെയ്തു, ഉത്തരത്തിലിരിക്കണ കിട്ടുകയും ചെയ്യില്ല എന്ന് കിട്ടിയതും ഇല്ല എന്ന് പറഞ്ഞ് ജിൻഡോനെ കളിയാക്കിയില്ലേ ജാസ്മിൻ, ആ ഒരു കർമ്മ തിരിച്ചടിച്ചേക്കുവാണ്. ജാസ്മിന് ഉത്തരത്തിലിരിക്കുന്ന പുറത്ത് കമ്മിറ്റഡ് ആയിട്ടുള്ള ഉത്തരത്തിലിരിക്കുന്ന ഇവിടെ ഗബ്രിയാണ്. ഉത്തരത്തിലിരിക്കുന്ന ഗബ്രീനെ കിട്ടുകയും ചെയ്തില്ല. കക്ഷത്തിലിരുന്ന പുറത്തുണ്ടായിരുന്ന ആ ഒരു ലവറിനെ പേരൊന്നും പറയുന്നില്ല, ആള് പോവുകയും ചെയ്യും എന്നൊരവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ജാസ്മിൻ ആകെ ഭയപ്പെട്ടിരിക്കുകയാണ്. ഈ ഗബ്രിയുടെ സ്നേഹവും കിട്ടില്ല എന്നുള്ള പേടി, അതുപോലെ തന്നെ ഓട്ടില്ലാതെ ഔട്ടായി പോകുമോ എന്നുള്ള മറ്റൊരു പേടി, ഇതെല്ലാം ചേർന്നിട്ടുണ്ട്. റസ്മിനോട് പറയുന്നുണ്ട്, ഇനി എനിക്ക് പറയാം, ഫ്രണ്ട് എന്ന് ധൈര്യമായിട്ട് പറയാം, കാരണം ഗബ്രിയുടെ ഭാഗത്തുനിന്ന് ഒരു സാധനം കിട്ടി എന്നുള്ള രീതിക്ക്. എനിക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്, പക്ഷെ ഞാൻ അധികം ആരെയും എൻ്റെ ഹൃദയത്തിലോട്ട് കയറ്റില്ല. എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗബ്രീനെയാണെന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നോറയോടും വലിയ കുറവൊന്നുമില്ല, നോറേനെ ഇഷ്ടമാണ്. നോറ എന്തൊക്കെ ചെയ്താലും എനിക്ക് നോറയെ ഇഷ്ടമാണ്. അതുപോലെ അതിനേക്കാൾ ഏറെയാണ് എനിക്ക് ഗബ്രി എന്ത് ചെയ്താലും അവോയ്ഡ് ചെയ്താലും ഒക്കെ എനിക്ക് ഗബ്രീനെ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം ഞാൻ ഫ്രണ്ടെന്ന് തന്നെ പറയാലോ, കാരണം ഒരു ക്ലാരിറ്റി എനിക്കിപ്പോൾ കിട്ടിയല്ലോ, എനിക്കിത് കിട്ടണം റസ്മിനെ, ഞാനിത് അനുഭവിക്കേണ്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുമാതിരി വിക്ടിം കളിക്കണ പോലെ പറയുന്നുണ്ട്. ഇപ്പം റിയൽ ലവ് ആണെങ്കിലും ആക്ട് ആണെങ്കിലും ജാസ്മിൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോ കൊണ്ട് ശരിക്കും പെട്ടുപോയി. ഒരുപാട് ആരാധകർ ഉണ്ടായിരുന്ന ഒരു വ്ളോഗറായിരുന്നു. ഇതിലോട്ട് കയറിയതിൽ പിന്നെ ഒരുപാട് നെഗറ്റീവ്സൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിതം വെച്ചിട്ടാണ് ഇപ്പം ജാസ്മിൻ്റെ ജീവിതം വെച്ചിട്ടാണ് ജാസ്മിൻ ഗെയിം കളിക്കുന്നത്. എന്താണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം. നിങ്ങളുടെ കമൻറ്റ് ഒന്ന് പറയണേ, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണേ, ജാസ്മിൻ്റെ ഭാഗത്താണോ ഗബ്രിയുടെ ഭാഗത്താണോ എന്നൊക്കെ, അതോ ഇവർ തമ്മിൽ പ്രണയമാണ്, ഇത് ആക്ടാണെന്നൊക്കെയാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യുന്ന വിശ്വസിച്ചുകൊണ്ട് അപ്പോൾ നിർത്തട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വിഷ് യു.